തമിഴ്നാട്ടിലെ വിരുദനഗർ പടക്ക നിർമ്മാണശാലയിലുണ്ടായ അപകടത്തിൽ മരിച്ച 14 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ച ധനസഹായം അംഗീകരിച്ചതിനെ തുടർന്നാണ് നടപടി. ബാക്കിയുള്ളവരുടെ ബന്ധുക്കളുമായി അധികൃതർ ചർച്ച തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായ 22 മൃതദേഹങ്ങളിൽ ബാക്കിയുള്ളവ നിലവിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാഹുൽ സുരേഷ് ഇപ്പോഴും വിരുദനഗറിൽ തുടരുന്നുണ്ട്. രാഹുൽ സുരേഷ്, ബന്ധുക്കൾ ഒടുവിൽ നഷ്ടപരിഹാര തുകയിൽ തൃപ്തരാണോ? അവരിപ്പോ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാമെന്ന് സമ്മതിച്ചോ? തൽക്കാലം അവിടെയുള്ള സംഘർഷം അവസാനിച്ചോ രാഹുൽ? ഡോക്ടർ അരുൺ, ഒരു പകൽ നീണ്ട പ്രതിഷേധങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമായിരുന്നു ഇവിടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഏറെ പണിപ്പെട്ട ശേഷമാണ് ഈ ബന്ധുക്കളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചിരിക്കുന്നത്. അതിനൊടുവിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായിരിക്കുന്നത്. നമ്മളുള്ളത് ഈ വിരുദനഗർ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിക്ക് മുന്നിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കാണാൻ സാധിക്കും. ഇതിനോടകം തന്നെ 14 ആളുകളുടെ മരണപ്പെട്ട 14 ആളുകളുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് 8 പേരുടെ മൃതദേഹങ്ങൾ മാത്രം. അതും ഉടൻ തന്നെ ബന്ധുക്കൾ ഏറ്റുവാങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അധികൃതരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിലവിൽ 5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നൽകും. അതുകൂടാതെ 50,000 രൂപ പൈസയായിട്ടും നൽകും. കൂടാതെ 4 ലക്ഷം രൂപ ഈ പടക്ക കമ്പനിയുടെ സംഘടനകൾ കൈമാറുകയും ചെയ്യും. അങ്ങനെ 9.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വാങ്ങിക്കൊണ്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ 14 മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ആകെയുള്ളത് 8 മൃതദേഹങ്ങളാണ്. അതുകൂടാതെ 3 പേരെ തിരിച്ചറിയാൻ കൂടിയുണ്ട്. ആ നടപടികൾ നാളെ രാവിലെയോടുകൂടി പൂർത്തിയാകും. ഇന്ന് രാത്രി ഇപ്പോൾ 11 മണി വരെ ബന്ധുക്കൾക്ക് ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനുള്ള സാവകാശം ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസും തയ്യാറായിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ പ്രതികളെ, ഈ പടക്ക കമ്പനിയുടെ ഉടമകളെ കണ്ടെത്താനുള്ള പരിണിത ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ വ്യാപകമായിട്ടുള്ള അന്വേഷണമാണ് ഈ 2 പ്രതികളെ കണ്ടെത്താനും നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വിരുദനഗർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ നിന്നാണ് ഇപ്പോൾ രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്തത്. അവിടെ പ്രശ്നം അവസാനിച്ചു. ഡെഡ് ബോഡികൾ ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ഇപ്പോൾ തയ്യാറായി.